അപ്പൊ ഗടികളെ നമ്മളെന്നൊരു ചെറിയ വ്ളോഗായിട്ട് വന്നേക്കാം. ഫുൾ ടിസ്റ്റാണ്. നാളൊക്കെ വരുന്നത്. അപ്പൊ എന്റെ വീടൊന്നും ഒതുക്കാന്ന് വെച്ച് നീ പ്രാർത്ഥന മുറിനാണ് എന്റെ തുടർത്തെ വേസ്റ്റുകളെല്ലാം ഇടാൻ ഞാൻ ഒരു കവർന്നപ്പോ എന്റെ അമ്മയുടെ കടയിൽ പോയി ഇപ്പൊ എടുക്കണം. അല്ലെങ്കിൽ എനിക്ക് ഭാഗില്ലെന്ന് എനിക്കറിയാം. ജോലി സമയത്ത് നമ്മൾ തിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് അങ്ങനെ കവർ കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഞാൻ ഒതുക്കാൻ അങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പണ്ട് വാങ്ങിയ കുറെ മെഡലുകൾ നമ്മൾ കണ്ടത്. എന്ത് കഴിവുള്ള ചെക്കനായിരുന്നു. വാസ്തവത്തിൽ ഇത് പകുതി എന്റെ ചാണ്ടായിരുന്നു. അങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗടികൾ അതിരപ്പള്ളി പോയെന്ന് പറഞ്ഞു. നമ്മളില്ലാന്ന് പറഞ്ഞില്ല. നമ്മൾ നേരെ കയറി തുടങ്ങിയപ്പോ നമ്മൾ വാസനയുടെ ഫുഡ് അത്യാവശ്യം ഫേമസ് ആണ്. നമ്മളങ്ങനെ ഒരു ഊണും പറഞ്ഞ അവിടെ എന്തിനാണെന്നല്ലേ നമ്മൾ ഈ ബീഫും കോഴിയും പൊരിച്ച മീനും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ അപ്പനെ നമ്മുടെ ചേച്ചിയുടെ ബീഫ് ബിരിയാണി നമ്മൾ ഇത്തിരി ട്രൈ ചെയ്തു. അങ്ങനെ ഫുഡും കഴിച്ചിറങ്ങി ഞങ്ങൾ ഇത്തിരി സ്ഥലങ്ങളിൽ ഫോട്ടോ സെക്ഷനായിട്ട് ഇറങ്ങിയിട്ടാ. ടിക്കെടുക്കാൻ ഏത് സ്പോട്ട് ഇട്ടാലും നമ്മൾ അവിടെ തന്നെ ഇതാണ് നമ്മുടെ ട്രിപ്പിലെ ന്യൂ കപ്പിൾസ്. ഇവരെ ഫോട്ടോ എടുക്കായിരുന്നു കൂടുതലും. അങ്ങനെ അവസാനം നമ്മൾ അതിരപ്പള്ളി കാണാനായിട്ട് അവിടെ എത്തി. പക്ഷെ എന്തുട്ട കാര്യം അവിടെ ഒരു തരി വെള്ളം. പക്ഷെ വലിയ കുഴപ്പമില്ല, കണ്ടിക്കത്തി രസമുണ്ട്. വെള്ളത്തിനെ കണ്ടില്ല നമുക്ക് ഈ മ്ലാവനുണ്ടപ്പോ ഇത്തിരി സന്തോഷം. കാരണം വീട്ടിൽ പോയിട്ട് ഒന്നും കണ്ടില്ല നമ്മൾ പറയണ്ടത്. ആദ്യം കൊമ്പിലത്തിനെ കണ്ടതിന് പിന്നെ നമ്മള് നല്ല കൊമ്പളനെ കണ്ടു. നമ്മുടെ കൊരങ്ങച്ച് നല്ല ചക്കതീറ്റാണ്. കുറെ വിളിച്ചിട്ട് ഒരു മൈൻഡ് നമ്മൾ ചെയ്യണില്ല കേട്ടോ. അങ്ങനെ അതിരപ്പള്ളി ഇറങ്ങി ഇത്തിരി നീക്കുമ്പോ നമ്മൾ അടുത്തൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് അവിടെയും വെള്ളം കുറവാണ് കാണാൻ. അവിടെ അതിന്റെ പാലത്തിനിടയിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പേര് പിന്നീട് വരുമ്പോ നമുക്ക് കാണാൻ നോക്കാലോ. ഐസ്ക്രീം കഴിക്കാൻ നിർത്തിയപ്പോഴാണ് നമ്മളൊരു മാൻകൂട്ടത്തിനും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജസ്റ്റിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിട്ട് ഇവിടെ എപ്പോഴാണെന്നല്ലേ രാത്രി 12 മണിക്കാണ്. സർപ്രൈസ് ആണ് ഉദ്ദേശിച്ചാലും സർപ്രൈസ് ആണ്. എന്നാ പിന്നെ എന്തെങ്കിലും സർപ്രൈസ് വേണ്ടേ? ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കായിരുന്നില്ല. നമുക്ക് മുറിക്കാൻ കിട്ടിയ ബ്രെഡുകളായിരുന്നു. നമ്മളെ കഴിയുമ്പോ റിയാക്ഷൻ ഒരു ചമ്മീന്നറിയാമോ. എന്തായാലും വിഷമാവണ്ട, ഞാൻ ഒറിജിനൽ കേക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബർത്ത്ഡേയുടെ പാട്ടും പാടി അവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. എന്നാ ശരി, ഞാൻ പോട്ടെ.